രാഹുൽ ദ്രാവിഡിൻ്റെ ബാറ്റിംഗ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. എൻ്റെ മൂഡ് അതാണെങ്കിൽ. പക്ഷേ സെവാഗിനെ ഞാൻ പിന്നെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മാത്രമല്ല, അയാൾ എന്നെ മെനക്കെടുത്താറില്ല. അയാൾ അടിച്ച് ചെയ്ത് വെച്ചാൽ ഓക്കെ, ആദ്യത്തെ പോയി, അത് നോവലത് വിചാരിച്ച എനിക്ക് പറ്റിയില്ല, ഓക്കെ. എന്നാലും അയാളുടെ 1 മണിക്കൂറേ ഞാൻ കളഞ്ഞുള്ളൂ. അയാളുടെ ആയുസ്, എൻ്റെ ആയുസിലെ 1 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതപ്പം അന്നിരിക്കെ അത്രയേ പോയുള്ളൂ. 450 പേജ് വായിച്ചിട്ട് ട്രാഷായിരുന്നു എന്ന്, എത്രയും ഗൗരവതരമാണെങ്കിൽ ട്രാഷായിരുന്നു ഒരാളെ ഫീൽ ചെയ്ത് അയാൾക്കുണ്ടാവുന്ന അത്രയും വൈരാഗ്യ ബുദ്ധിയും അയാൾക്ക് എൻ്റെ അടുത്ത് തോന്നത്തില്ല ആ റീഡർക്ക്. പിന്നെ ഇതൊരു രസമാണ് ഇങ്ങനെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നു. പക്ഷേ എഴുത്തെളുപ്പമുള്ള കാര്യമില്ല. വളരെ സൂക്ഷ്മമായ ചെറിയ വാചകങ്ങളിൽ ആവശ്യമില്ലാത്ത ഇതെല്ലാം ഉപേക്ഷിച്ച് വേണം. ആവശ്യമില്ലാത്ത സാഹിത്യമൊക്കെ വരുമല്ലോ നമുക്ക്. ഈ ഭാഷ എന്ന ടൂള് നമ്മൾ ഇത്രയും ഉപയോഗിച്ചുണ്ട്. സത്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു നിരൂപണം എഴുതുകയാണ്, ഒരു മനുഷ്യന് മനസ്സിലാവാത്ത നിരൂപണം എഴുതാൻ എളുപ്പമാണ്. അത് ഇത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ കോംപ്ലക്സ് സെൻറ്റൻസ് ലഘുവാക്കണമെന്നും സിംപ്ലിഫൈഡ് ആക്കണമെന്നും നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഗ്രാഹ്യവും നിങ്ങളുടെ ഇതുമെല്ലാം ഈ മനസ്സിലാക്കലില്ലായ്മയിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പണി തീർക്കാം. എത്രയും മനസ്സിലാക്കിയാൽ മതി. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തോ അബദ്ധവശാൽ ഒരു പുസ്തകശാലയിൽ കയറിയിട്ട് ഒരു സാധനം വായിച്ചു കഴിഞ്ഞാൽ അക്ഷരം ഒന്ന് വായിച്ച് തപ്പി എന്താ സംഗതി എന്ന് മനസ്സിലാക്കി എടുത്ത് പോകാനുള്ള ഒരു സംഗതി വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും കൂടെ കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. മാറുമോ മാറത്തില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ഞാനത് എൻ്റെ ജോലി മാത്രം ചെയ്തിട്ട് പിന്നെ പിൻവാങ്ങുകയാണ്. ബാക്കി റീഡേഴ്സ് അതിലേക്ക് വേണ്ടിയുള്ള എസൻസും ഇതൊക്കെ ഇട്ടട്ടെ എന്നുള്ളതാണ്.